ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജിയോ യൂസേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ കുറച്ച് ഫീച്ചേഴ്സുകൾ വന്നിട്ടുണ്ട്, പുതിയ പ്ലാനുകൾ വന്നിട്ടുണ്ട്. അതായത് 4G യൂസേഴ്സ് ആണെങ്കിൽ 4G ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ന പുതിയ പ്ലാനുകളെ കുറിച്ചാണ്. വളരെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു മന്തിന്റെ വാലിഡിറ്റിക്ക് നമുക്ക് ഇതിൽ കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന അടിപൊളി ഒരു ഓപ്ഷൻസ് ആണ് ഇപ്പം ജിയോ നൽകിയിട്ടുള്ളത്. ഇപ്പൊ ഞാനിപ്പം നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ഞാനിവിടെ 4Gയുടെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. 4G ഫീച്ചേഴ്സ് ഫോൺ പ്ലാൻ എന്ന് പറയുന്നൊരു സെക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് 4 പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 4 പ്ലാനുകൾ നമുക്ക് ഓരോ പ്ലാൻ ചെക്കൗട്ട് ചെയ്യാം. 123 രൂപയുടെ പ്ലാൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും പാക്ക് വാലിഡിറ്റി വരുന്നത് 28 ദിവസമാണ്. ടോട്ടൽ ഡാറ്റ 14 GB നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് ഡാറ്റ കിട്ടും. അതായത് വെറും 120 സംതിങ് എമൗണ്ട് നിങ്ങൾ റീചാർജ് ചെയ്യലോട് കൂടി നിങ്ങൾക്ക് 1 മന്തിന്റെ വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. 300 SMS ലഭിക്കുന്നുണ്ട്. വോയിസ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വോയിസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, വോയിസ് കോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ. അടുത്തതായിട്ട് 234 രൂപയുടെ ഒരു പ്ലാൻ ഉണ്ട്. അത് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസം വരെ ഏകദേശം 56 ദിവസം നിങ്ങൾക്ക് അതിന്റെ വാലിഡിറ്റി കിട്ടുന്നുണ്ട്. ടോട്ടൽ ഡാറ്റ 24 GB നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡാറ്റയും ലഭിക്കുന്നുണ്ട്. 369 രൂപയുടെ പ്ലാൻ നോക്കുകയാണെങ്കിലും 84 ദിവസമാണ്, 42 GB ഡാറ്റ കിട്ടുന്നുണ്ട്. 0.5 GB പെർ ഡേ വെച്ചിട്ടാണ് കിട്ടുന്നത്. വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ 300 SMS പെർ 28 ഡേയ്സ്. അതായത് ഒരു മാസം നിങ്ങൾക്ക് 300 SMS അയക്കാൻ പറ്റും. അടുത്ത മാസം നിങ്ങൾക്ക് 300 SMS അയക്കാൻ സാധിക്കുന്നതായിരിക്കും. ടോട്ടൽ നിങ്ങൾക്ക് 600 SMS വരെ അയക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ ബൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് റീചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ 4G മൊബൈൽസിന്, അതായത് ജിയോ ഭാരതിന്റെ അതിനകത്തുള്ള ജിയോ സിം സപ്പോർട്ട് ആകുന്ന കീപാഡ് മൊബൈൽസ് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇത് കൂടുതലായിട്ടും യൂസ്ഫുൾ ആകുക എന്നും ജിയോ പറയുന്നുണ്ട്. അവർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഈ ഒരു പ്ലാൻ അവർക്ക് വർക്കൗട്ട് സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ 1234 രൂപയുടെ നോക്കുകയാണെങ്കിൽ 336 ദിവസം നിങ്ങൾക്ക് വാലിഡിറ്റി കിട്ടുന്നുണ്ട്. 168 GB നിങ്ങൾക്ക് ഡാറ്റയും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആഡ് ഓൺ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിലും ഒരുപാട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 26 രൂപ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് 2 GB ഡാറ്റ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പുതുതായ ഒരു ഓപ്ഷൻസുകളാണ്. എല്ലാവർക്കും പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കീപാഡ് മൊബൈൽസ് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ജിയോ ഭാരത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജിയോയുടെ മൊബൈൽസ്, ചെറിയ സ്വിച്ച് മൊബൈൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു റീചാർജ് പ്ലാൻ ജിയോ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുവഴി യൂട്യൂബിന്റെ വീഡിയോസ് കാണാൻ പറ്റുന്ന, വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ജിയോയുടെ കീപാഡ് മൊബൈൽസുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മൊബൈൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു ഓപ്ഷൻ വളരെയധികം യൂസ്ഫുൾ ആണ്. ഇപ്പൊ ഞാനിപ്പം ഞാൻ നിങ്ങൾക്ക് വയ്യ ഒന്ന് കാണിച്ചു തരാം. ജിയോ 4G സിം സപ്പോർട്ടഡ് കീപാഡ് മൊബൈൽസ് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മൊബൈൽസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ ഈ ഒരു മൊബൈൽസിലേക്ക് ചിലപ്പം ജിയോ സിം സപ്പോർട്ട് ആകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതില് ആ ഒരു റീചാർജ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മൊബൈലിലെ ആ ഒരു പ്ലാന് വർക്ക്ഔട്ട് ആകുന്നതായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വെറും 26 രൂപ കൊടുത്താൽ 2 GB ആഡ് ഓൺ ഡാറ്റ വരെ നമുക്ക് കിട്ടുന്ന അടിപൊളി ഒരു പ്ലാനാണ് ഇത്. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെയുള്ള കീപാഡ് മൊബൈൽസ് യൂസ് ചെയ്യണമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.